ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ ഒഴിച്ചു കറിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. വെള്ളരിക്കയുടെ ഒരു പകുതി ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 മുരിങ്ങയ്ക്കയും കൂടി വേണം. അതും ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. രണ്ടും കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 സവാള സ്ലൈസ് ചെയ്തതും കൂടെ തന്നെ 3 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒരുപാട് സമയത്ത് മൂപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കുറച്ചൊന്ന് വാടിക്കിട്ടിയാൽ മതി. ഇനി ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇഞ്ചിയും കൂടി ചേർക്കുന്നുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മതിയാവും. ഇതെല്ലാം കൂടി ഇണ്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി അത്യാവശ്യം ഒന്ന് വാടിയതിന് ശേഷം നമുക്കിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന പച്ചക്കറികളും കൂടി ഇട്ടുകൊടുക്കാം. ഇതിനെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വഴറ്റേണ്ട ആവശ്യമില്ല, എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മുങ്ങിക്കെടുക്കാൻ പാകത്തിന് വെള്ളം കൂടി ഒഴിക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി പച്ചക്കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ പച്ചക്കറികളും അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട അരപ്പും തയ്യാറാക്കിയെടുക്കാം. അരപ്പിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കാം. നമ്മൾ പച്ചമുളക് 3 ചേർത്ത കാരണം ഇത്രയും മുളക് പൊടി മതിയാവും. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ 1 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് അരയ്ക്കാവുന്നതാണ് കേട്ടോ. വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതും കൂടി ചേർക്കാം. അരപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഇനി ഒന്ന് തിളക്കട്ടെ. ഇപ്പോൾ കറി അത്യാവശ്യം തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് പോരാൻ തോന്നിയാൽ ഉപ്പ് ചേർക്കാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് തൈരും കൂടി നമുക്ക് ചേർക്കാം. തൈര് ചേർക്കുമ്പോൾ അത്യാവശ്യം കുറച്ചൊരു പുളിയുള്ള തൈര് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഒരുപാട് പുളി വേണ്ട, എന്നാലും കുറച്ചൊരു പുളി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം നമ്മളിതേക്ക് വേറെ തക്കാളിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ കുറച്ചൊരു പുളി ഉണ്ടെങ്കിൽ നല്ലതാണ്. തൈര് ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. തൈര് ചേർത്തതിന് ശേഷം ഈ കറി തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ചെറുതായിട്ടൊരു തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ കടുക് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം ആവശ്യത്തിന് കടുക് ചേർക്കാം. ഇപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള വെള്ളരിക്കയും മുരിങ്ങയ്ക്കയും കൂടി ചേർത്ത കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വേവിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം എക്സ്ട്രാ വെച്ചാൽ മതിയാവും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്